പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ അഴിഞ്ഞിരിക്കുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുകയില്ല. എന്നെ വിടണമേ, എൻ്റെ ജീവകാലം ഒരു ശ്വാസം മാത്രമല്ലോ. കലഹത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഞാനൊരു വിദ്യ പറഞ്ഞുതരാം. നമ്മുടെ കുടുംബത്തിലാണേലും ഈ നാട്ടുകാരിലാണേലും ബന്ധുക്കളിലാണേലും നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴാണേലും കലഹം ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി വന്നാൽ മനസ്സിലായി, നിങ്ങൾ തിരിച്ച് കലഹം ഉണ്ടാക്കാൻ പോകരുത്. അവരെ നമ്മളെ പ്രകോപിക്കുന്ന രീതിയിൽ പലതും പറയും. അത് അവരിൽ കൂടി പിശാച് നമുക്ക് ഇട്ട് തരുന്ന ഒരു കെണിയാണ്. മനസ്സിലായോ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ആവശ്യമില്ലാതെ ഇങ്ങനെ നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ പ്രകോപിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന വാക്കുകൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ അവരിൽ നിന്ന് നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? എന്നാൽ പിന്നെ ഇവരെ രണ്ടെണ്ണം പറഞ്ഞിട്ട് തന്നെ കാര്യം, എന്നാൽ പിന്നെ ഇവർ രണ്ടെണ്ണം കൊടുത്തിട്ട് തന്നെ കാര്യം എന്നങ്ങ് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് ഒരിക്കലും ഉണ്ടാക്കരുത്. മനസ്സിലായി? അത് കലഹത്തിൻ്റെ ഒരു പിശാചാണ്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? അപ്പം അവിടെ നിന്ന് അപ്പോഴും നിങ്ങൾ ചെയ്യണ 3 കാര്യമുണ്ട്. ഒന്ന്, യേശുവിൻ്റെ നാമത്തിൽ കലഹപിശാച് മാറിപ്പോകട്ടെ എന്ന് പറയുക. നിങ്ങളുടെ മുമ്പിൽ ആ ശത്രു നിമിഷങ്ങൾക്കുള്ളിൽ ഓടിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. 2, നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറയുമ്പോൾ യേശുവെ സ്തോത്രം, യേശുവെ നന്ദി എന്ന് സ്തുതിക്കുക. അന്യഭാഷ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിക്കുക. കാരണം അന്യഭാഷ സാത്താന് മനസ്സിലാവില്ല, മനുഷ്യനും മനസ്സിലാവില്ല, ദൈവത്തിന് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അങ്ങനെയാകുമ്പോൾ ആ ശത്രു നിങ്ങളുടെ മുമ്പിൽ നിന്നും ഓടിപ്പോകുന്നത് നിങ്ങൾക്കറിയാൻ കഴിയും. 2ാമത് നിങ്ങൾ ചെയ്യേണ്ടത്, പിതാവേ എന്നെ രക്ഷിക്കണമേ, ഈ കലഹപിശാചിന്റെ കരത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ എന്ന് നിങ്ങളങ്ങ് പറയുക. കർത്താവ് നിങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ വിടുവിക്കും. ഇത് 3ഉം ചെയ്യാതെ നിങ്ങൾ മറ്റുള്ളവർ അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. മനസ്സിലായോ? മറ്റുള്ളവർ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. തിരിച്ചങ്ങോട്ട് പറയാനും രണ്ടെണ്ണം പൊട്ടിക്കാനും നമുക്ക് നമ്മുടെ നാവ് കൊതിക്കും, നമ്മുടെ ഹൃദയത്തിൽ അതിങ്ങനെ പൊങ്ങി വരും. അവനിട്ട് 2 കൊടുക്കണം, അവനിട്ട് 2 പറയണം എന്ന് നമ്മുടെ ഹൃദയത്തിൽ പൊങ്ങി വരും. അത് നാവിൽ കൂടി പുറത്തോട്ട് വിടും. പക്ഷെ ഈ പറയുന്നത് വാവിട്ട വാക്കും കൈവിട്ട കല്ലും തിരിച്ചെടുക്കാൻ കഴിയുകയില്ല എന്നൊരു ചൊല്ലുപോലെ ആയി പോകും. മനസ്സിലായോ? നമ്മൾ ഈ നാവ് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് അത് അവർക്ക് അതിനേക്കാൾ ഇറിറ്റേറ്റ് ചെയ്ത ഒരു വാക്കായി മാറിയാൽ അതവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം അവിടെ എന്തുണ്ടാവും? അടിപിടി, കലഹം, മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാവാം. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പോകരുത്. മനസ്സിലായോ? നമ്മൾ ഒരാളെ ഒരു കല്ലെടുത്ത് എറിഞ്ഞു, ആ കല്ല് അവർക്ക് കൊണ്ടു, ആ ആ കല്ല് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അപ്പം നമ്മുടെ വായിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്നും നമ്മളിൽ നിന്നും ഒരു പ്രവൃത്തിയോ അനാവശ്യമായ ഒരു വാക്കോ ഉണ്ടാകാതെ നോക്കേണ്ടത് ആരുടെ കടമയാണ്? നമ്മുടെ കടമയാണ്. ഒരു കലഹം ഒഴിവാക്കേണ്ടത് നമ്മുടെ കടമയാണ്. മനസ്സിലായോ? അല്ലാതെ തിരിച്ചു വാശി കാണിക്കാനും പക വീട്ടാനും പ്രതികാരം ചെയ്യാനും അവർ പറയുന്നതിൻ്റെ ഇരട്ടി പറയാനും നമ്മൾ ഒരിക്കലും പോകരുത്. അവർ അടിക്കാൻ വരുമ്പോൾ ആ അടി കൊള്ളാനുള്ള സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ നേരെ ആരും ആയിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിലുള്ളവരാവാം, നാട്ടുകാരാവാം, ബന്ധുക്കളാകാം, നമ്മളെ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ വെച്ചോ വഴിയിൽ വെച്ചോ ട്രെയിനിൽ വെച്ചോ ഒക്കെ കാണുന്നതായിരിക്കും. യാതൊരു കാര്യമില്ലാതെ ചിലപ്പോൾ വഴക്കുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ മിസ്റ്റേക്ക് കാരണം അവർ നമ്മളോട് വഴക്കുണ്ടാവാം. പക്ഷേ അത് എന്നാൽ തിരിച്ച് അതൊരു വലിയ കലഹമായി വലിയൊരു പ്രശ്നമായി ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ യേശുവെ അപ്പം തന്നെ നിങ്ങൾ യേശുവെ സ്തോത്രം, യേശുവെ നന്ദി എന്ന് പ്രാർത്ഥിക്കുക. പകരം പിതാവെ എന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുക. 3ാമത് കലഹത്തിൻ്റെ പിശാച് മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുക. അതിനു പകരം തിരിച്ച് നിങ്ങൾ വാശിയും വൈരാഗ്യം പകയൊന്നും കാണിക്കാൻ പോകരുത്. ആമേൻ. വിശ്വസിക്കുക, ഏറ്റെടുക്കുക.